ഹായ് മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. മിസ്സിനെ പരിചയപ്പെടുത്താം കേട്ടോ. മിസ്സിന്റെ പേര് അഖില എന്നാണ്. ഇനി മുതൽ നിങ്ങളുടെ കൂടെ മിസ്സും ഉണ്ടാവും കേട്ടോ. ഇന്ന് നിങ്ങൾ വളരെ അടിച്ചു പൊളിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലെ. ഇതാ ചാപ്റ്റർ സോഴ്സസ് ഓഫ് എനർജി, ഊർജത്തിന്റെ ഉറവകൾ. ഈ ചാപ്റ്ററിനകത്തുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് മിസ് വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും വീഡിയോ കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങൾക്കറിയാം, ഈ ഒരു ചാപ്റ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് എന്ത് തന്നെയാണ്? എനർജി സോഴ്സസുകൾ തന്നെയാണ് അല്ലെ, ഊർജ്ജ സ്രോതസ്സുകളാണ്. നമ്മൾ പല തരത്തിലുള്ള ഊർജ്ജ സ്രോതസ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവാം, പരിചയപ്പെടുത്തിയിട്ടുണ്ടാവാം അല്ലെ. അതിനകത്തുള്ള കാറ്റഗറികൾ ഏതൊക്കെ ടൈപ്പാണ് നമ്മുടെ എനർജി സോഴ്സസുകൾ അല്ലെങ്കിൽ ഊർജ്ജ സ്രോതസ്സുകൾ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നിങ്ങൾ നോക്കിയേ, നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും അല്ലേ ഇത്. എന്താ അത്? നമ്മൾ കാര്യമായിട്ട് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒക്കെ എന്ത് വന്നിട്ടുണ്ടാവാം, നമ്മുടെ വണ്ടി എന്തായിട്ടുണ്ടാവും, നിന്നു പോയിട്ടുണ്ടാവും അല്ലെ, പണി മുടക്കിയിട്ടുണ്ടാവും. സാധാരണ ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ ചില സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും അല്ലെ. ആളുകൾ എന്ത് ചെയ്തു പോകുന്നത്, ഉന്തി കൊണ്ടുപോകണം, കഷ്ടപ്പെട്ട് എന്ത് ചെയ്യാണ്, ഉന്താണല്ലേ ചെയ്യുക. തൊട്ടടുത്തിട്ടുള്ള എങ്ങോട്ടേക്കാണ് ഉന്തി കൊണ്ടുപോകുന്നത്? നമ്മുടെ പെട്രോൾ പമ്പിലേക്ക് പോകും അല്ലെ. പെട്രോൾ അടിക്കാൻ വേണ്ടി പോവും. എന്തിനാ ഈ പെട്രോൾ അടിക്കണേ? കാറിൽ എന്തിനാ പെട്രോൾ അടിക്കണേ? കാർ ഓടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിന് എനർജി വേണമെങ്കിൽ അതിന് എന്തടിക്കണം? ഫ്യൂവൽ അല്ലെങ്കിൽ ഇന്ധനം നിറയ്ക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അത് എങ്ങോട്ട് പോകുന്നത്, പെട്രോൾ പമ്പിലേക്ക് പോകുന്നത്. അങ്ങനെ പെട്രോൾ ഒക്കെ അടിച്ചിട്ട് വീണ്ടും നല്ല ചുണക്കുട്ടനായിട്ട് അത് എന്ത് ചെയ്തോളും, അല്ലെങ്കിൽ ചുണക്കുട്ടിയായിട്ട് അത് എന്ത് ചെയ്തോളും, പൊയ്ക്കോളും അല്ലെ. എന്റെ മക്കളോട് ഞാൻ ഇതാണ് ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ട്രാഫിക് ആണ് ഇത്. ഇത്രയോരം വാഹനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കാറായാലും ഓട്ടോ ആയാലും ജീപ്പായാലും ബസ്സായാലും ഇഷ്ടം പോലെ വാഹനങ്ങൾ എവിടെയുണ്ട്, റോഡിലൂടെ പോകുന്നുണ്ട് അല്ലെ. ഇവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഇന്ധനം, ഫ്യൂവൽ എവിടുന്നാ കിട്ടുന്നത്? ഒരുപാട് പേർക്ക് പെട്രോൾ വേണം, അല്ലെങ്കിൽ ചിലവർക്കൊക്കെ ഡീസൽ വേണം. ഇതൊക്കെ എവിടുന്നാ നമുക്ക് കിട്ടണത്? നമ്മുടെ പെട്രോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാ ഉണ്ടാവുന്നതെന്നറിയോ നിങ്ങൾക്ക്? എങ്ങനെയാ ഉണ്ടാവുന്നത്? ഒരുപാട് കാലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ? കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിലകപ്പെട്ടിട്ടുള്ള ലിവിങ് തിങ്സിന്റെ ഒക്കെ അവശിഷ്ടങ്ങൾ ഉണ്ടാവില്ലേ, ജൈവാവശിഷ്ടങ്ങൾ. അതിന്റെ അകത്ത് നിന്നാണ് എന്തുണ്ടാക്കി എടുക്കുന്നത് നമ്മൾ, അല്ലെങ്കിൽ എന്ത് നമുക്ക് ലഭിക്കുന്നത്? പെട്രോൾ അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പെട്രോളിയം പ്രൊഡക്ട്സ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. അപ്പൊ ഇന്നോ ഇന്നലെയോ മണ്ണിൽ പെട്ട ജീവിയിൽ നിന്ന് നമുക്കത് കിട്ടുമോ? ഇല്ല അല്ലെ. ജൈവാവശിഷ്ടങ്ങൾ ഒരുപാട് കാലം, ലിവിങ് ഓർഗാനിസത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഒരുപാട് കാലം മണ്ണിൽ കിടന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ, ഈ പെട്രോളിയം നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ കിട്ടുന്നുള്ളൂ. അതൊരു നാച്ചുറൽ ഫിനോമിനയാണ്. അവിടെ കിടന്ന് നമുക്കത് എന്ത് ചെയ്യണം, നടക്കണം അല്ലെ. അപ്പൊ അത്രയും വർഷങ്ങൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം അല്ലെ. അപ്പോൾ ഇന്നോ ഇന്നലെയോ ഉള്ള പെട്രോൾ അല്ല നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്രോൾ മാത്രമല്ല, പെട്രോളിയം ഉൽപ്പന്നങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും, പല ഇന്ധനങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് തീർന്നു പോയില്ലേ മക്കളെ? തീർന്നു പോകാൻ സാധ്യതയല്ലേ? നമ്മൾ വീട്ടിലൊക്കെ ഗ്യാസ് ഉപയോഗിക്കാറുണ്ട് അല്ലെ, LPG ഉപയോഗിക്കാറുണ്ട്. ഈ LPG നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പാരന്റ്സ് ഒക്കെ പറയുന്നത് സിലിണ്ടർ എന്ത് ചെയ്തു പോയി, തീർന്നു പോയി, അടുത്ത സിലിണ്ടർ വെക്കണം. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വിളിച്ച് ബുക്ക് ചെയ്യണം. അവരെന്ത് കൊണ്ടുവന്ന് തരും, നമുക്ക് ഒരു പുതിയ സിലിണ്ടർ കൊണ്ടുവന്ന് തരും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവില്ലേ. എന്താ അത് സംഭവം? നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് എന്ത് ചെയ്തു പോകുന്നുണ്ടാവാം, തീർന്നു പോകുന്നുണ്ടാവാം അല്ലെ. അങ്ങനെ തീർന്നു പോയി ഗ്യാസ് കാലിയാവുക അല്ലെങ്കിൽ കുറ്റി കാലിയാവുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിലിണ്ടർ മാറ്റുന്നത് അല്ലെ. വെറുതെ കിട്ടുകയാണോ, ഫ്രീ ആയിട്ട് കിട്ടുകയാണോ? അല്ല, പൈസ കൊടുക്കണോ അല്ലെ. അതുകൊണ്ടാണ് ഈ പെട്രോളിനും നമ്മുടെ LPGക്കും ഒക്കെ വില കൂടുന്ന സമയത്ത് നമ്മുടെ ഒക്കെ ഉള്ളിൽ എന്താണ്, നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര അറിയില്ല, നിങ്ങളുടെ പാരന്റ്സിനോട് ചോദിച്ചാൽ അറിയാം, നിങ്ങൾക്കൊക്കെ എന്ത് വരാൻ തുടങ്ങും, ടെൻഷൻ ആവാൻ തുടങ്ങും. നമ്മൾ പൈസ കൊടുക്കണം അല്ലെ. നമ്മൾ എന്തായാലും യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്, അതിന് നമ്മൾ എന്ത് കൊടുക്കണം, പൈസ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഈ പൈസയുടേത് മാത്രമാണോ പ്രശ്നം? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത്ര അധികം ആളുകൾ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെ, ഈ ഇന്ധനമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെ, ഇത് തീർന്നു പോവില്ലേ? എന്തായാലും തീർന്നു പോവും അല്ലേ. അങ്ങനെ തീർന്നു പോവാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, വീണ്ടും നമുക്ക് അതേ ഉൽപ്പന്നം കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് കാലം എന്ത് ചെയ്യേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരില്ലേ. അതുകൊണ്ടല്ലേ ഇവിടെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പൊ അത്രയും വർഷങ്ങൾ എടുത്തുകൊണ്ട് മാത്രമേ ഈ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നുള്ളൂ അല്ലേ, നമുക്ക് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണെങ്കിലും, ഇവിടെ പറയുന്ന കൽക്കരി കേട്ടിട്ടില്ലേ നിങ്ങൾ, കോൾ, ഇതാണെങ്കിലും എന്താണ്, കൽക്കരി ഉണ്ടാവുന്നത് നമ്മുടെ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ, പെട്രോളിയം ജൈവാവശിഷ്ടം, ലിവിങ് തിങ്സിന്റെ ആണെങ്കിൽ നമ്മുടെ കൽക്കരി ഉണ്ടാവുന്നത് സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾക്ക് നിന്നാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ടാവാൻ ഇത്രയും സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്തു പോവുകയും ചെയ്യും, തീർന്നു പോവുകയും ചെയ്യും.
അങ്ങനെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർന്നു പോവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ തീർന്നു പോകുന്ന, നമ്മൾ നോക്കിയൊന്നും അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ അതിനനുസരിച്ച് കറക്റ്റായിട്ടല്ല അതിനെ എന്ത് ചെയ്യുന്നത് കൊണ്ടുപോകുന്നതെങ്കിൽ ഉപയോഗിക്കാൻ, നമ്മുടെ വരുന്ന തലമുറയ്ക്ക്, വരുന്ന ജനറേഷൻ ഒന്നും ഉപയോഗിക്കാൻ ഇവിടെ എന്തുണ്ടാവില്ല, ഈ പറഞ്ഞ എനർജി സോഴ്സുകൾ, ഈ പറഞ്ഞ ഊർജ്ജ സ്രോതസ്സുകൾ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഊർജ്ജ സ്രോതസ്സുകളെ, അങ്ങനെയുള്ള എനർജി സോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇതാ മിസ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, കൺവെൻഷണൽ ഫ്യൂവൽസ്. മലയാളത്തിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പാരമ്പര്യ ഇന്ധനങ്ങൾ എന്ന് പറയാം. എന്തേ ഉദ്ദേശിക്കുന്നുള്ളൂ? നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് എന്ത് ചെയ്തു പോവും? തീർന്നു പോവും. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ പുനഃസ്ഥാപിക്കാൻ പറ്റില്ല. നമുക്ക് വീണ്ടും അത് എന്ത് ചെയ്തെടുക്കാൻ പറ്റില്ല? നിർമ്മിച്ചെടുക്കാൻ പറ്റില്ല. കാരണം നാച്ചുറൽ ഫിനോമിനയല്ലേ, പ്രകൃതിയിൽ നടക്കുന്നതല്ലേ, നമുക്കായിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റില്ല? ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് എന്ത് ചെയ്തു പോവും? തീർന്നു പോവും. അതുകൊണ്ടാണ് നമ്മളോട് എന്ത് ചെയ്യരുത് എന്ന് പറയുന്നത്. അനാവശ്യമായിട്ട് ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? വേസ്റ്റ് ആക്കാൻ പാടില്ല. നമ്മൾ പൈസ കൊടുക്കുന്നത് മാത്രമല്ല പ്രശ്നം, അനാവശ്യമായിട്ട് നമ്മൾ വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള എനർജി സോഴ്സിനെ അല്ലെങ്കിൽ ഊർജ്ജ സ്രോതസ്സിനെ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കുന്നത്? കൺവെൻഷണൽ എനർജി സോഴ്സസ് അഥവാ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഫോസിൽ ഇന്ധനങ്ങളായിട്ടുള്ള കൽക്കരി ആണെങ്കിലും പെട്രോളിയം ഉൽപ്പന്നങ്ങളായിട്ടുള്ള പെട്രോൾ, ഡീസൽ, കെറോസിൻ, ടാർ, LPG അല്ലെ, പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ടാർ, LPG ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? കൺവെൻഷണൽ എനർജി സോഴ്സസിന്, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് എക്സാമ്പിൾ ആണ്. നമ്മളിതാ പിക്ചർ കൊടുത്തിട്ടുണ്ട്, നോക്കി വെക്കുക കേട്ടോ. നിർബന്ധമായിട്ടും ഇത് എന്ത് ചെയ്യും? എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? ഒന്നുകൂടെ എക്സാമ്പിൾ പറയാം. പെട്രോൾ ആണെങ്കിലും, ഡീസൽ ആണെങ്കിലും, നമ്മുടെ കെറോസിൻ മണ്ണെണ്ണയാണെങ്കിലും, LPG ആണെങ്കിലും, ടാർ ആണെങ്കിലും, കോൾ കൽക്കരി ആണെങ്കിലും, ഇതൊക്കെ ഏത് ടൈപ്പാണ്? കൺവെൻഷണൽ അഥവാ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് എക്സാമ്പിൾ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇത് എന്ത് ചെയ്തു പോവും? തീർന്നു പോവും. വീണ്ടും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ, നമുക്ക് വീണ്ടും അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, പുനഃസ്ഥാപിക്കാൻ പറ്റാത്തവയാണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എല്ലാ ഊർജ്ജ സ്രോതസ്സുകളും, എല്ലാ എനർജി സോഴ്സുകളും ഈ ടൈപ്പ് ആണോ? ഈ കാറ്റഗറിയിൽ പെട്ടതാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയല്ലേ ജീവിക്കാൻ പറ്റുന്നത്? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ സോളാർ എനർജി അല്ലെ, നമ്മൾ സൗരോർജ്ജം ഉപയോഗിക്കാറില്ലേ? ഇപ്പൊ ഒക്കെ സ്കൂളുകളിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അതിന്റെ പാനലും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും അല്ലെ? ഇതിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഉപയോഗിച്ചതിന്റെ പേരിൽ അത് എന്ത് ചെയ്ത് പോവില്ല? തീർന്നു പോവില്ല അല്ലെ? നമുക്ക് വീണ്ടും വീണ്ടും അത് എന്ത് ചെയ്ത് എടുക്കാൻ പറ്റും? ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം എന്താണ്? സൂര്യനാണ്, സണ്ണാണ് അതിന്റെ എന്ത് വരുന്നത്? സോഴ്സ് വരുന്നത് അല്ലെ? അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്ത് പോകുന്നില്ല? തീർന്നു പോകുന്നില്ല. ഇങ്ങനെയുള്ള ഈ ടൈപ്പിലുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് അഥവാ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്തു പോവാത്തത്? തീർന്നു പോവാത്തത്. ഇത് അവിടെ മിസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? നമ്മുടെ സോളാർ എനർജി, വിൻഡ് ആൻഡ് സീ വേവ്സ് അല്ലെ, സൗരോർജം, കാറ്റ്, തിരമാല, ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഇതൊക്കെ എന്താണ്? ഊർജ്ജ സ്രോതസ്സുകളാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഒരിക്കലും എന്ത് ചെയ്തു പോകുന്നില്ല? ഇൻഎക്സോസ്റ്റബിൾ അല്ലെ? അത് എന്ത് ചെയ്യില്ല? തീർന്നു പോവത്തില്ല. ഒരിക്കലും എന്ത് ചെയ്തു പോവില്ല? തീർന്നു പോവില്ല. അങ്ങനെയുള്ളത് കൊണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? നോൺ കൺവെൻഷണൽ അഥവാ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. ക്ലിയർ ആണോ? ഇതിനുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ത് പറയാ? സോളാർ എനർജി ഉപയോഗിച്ചിട്ട് ഒരുപാട് ഉപകരണങ്ങൾ നമ്മൾ പ്രവർത്തിപ്പിക്കാറുണ്ട്. ഇവിടെയുള്ള കാൽക്കുലേറ്റർ ആണെങ്കിലും, സോളാർ ലാമ്പ് അല്ലെ, തെരുവുകളിലൊക്കെ നിങ്ങൾക്ക് ലാമ്പ് കാണാറുണ്ട്. അതൊക്കെ മിക്കവാറും എന്ത് തന്നെയാണ്? ഇപ്പൊ യൂസ് ചെയ്യുന്നതൊക്കെ അധികവും എന്ത് തന്നെയാണ്? സോളാർ എനർജി യൂസ് ചെയ്തിട്ടാണ്. സോളാർ കുക്കർ ഉണ്ട്, സോളാർ പാനൽ ഉണ്ട്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മൾ സോളാർ എനർജി യൂസ് ചെയ്യുന്ന ഉപകരണങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. സോളാർ എനർജി എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മളുടെ നോൺ കൺവെൻഷണൽ എനർജിക്ക് അഥവാ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് എക്സാമ്പിൾ ആണ് നമ്മുടെ സൗരോർജ്ജം. അതുപോലെ തന്നെയാണ് നമ്മുടെ കാറ്റാടിപ്പാടങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ചിത്രങ്ങളിലാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? കണ്ടിട്ടുണ്ടാവും. അപ്പൊ കാറ്റിൽ നിന്നാണെങ്കിലും ഇവിടെ തിരമാലയിൽ നിന്നാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് നിർമ്മിച്ചെടുക്കാറുണ്ട്? എന്ത് ഉൽപ്പാദിപ്പിക്കാറുണ്ട്? ഊർജത്തിന്റെ സ്രോതസ്സുകളാണ്. അത് ഏത് ടൈപ്പിലാണ് വരുന്നത്? നമ്മുടെ നോൺ കൺവെൻഷണൽ അഥവാ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. അപ്പൊ എന്റെ മക്കൾക്ക് ഇത് ക്ലിയർ ആണോ? നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് 2 ടൈപ്പ് എനർജി സോഴ്സസിനെ പറ്റിയാണ്, ഊർജ്ജ സ്രോതസ്സുകളെ പറ്റിയാണ്. ഏതൊക്കെയായിരുന്നു? കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ. പാരമ്പര്യവും
പാരമ്പര്യേതരവും അല്ലെ. അപ്പൊ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പറയും? നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞതാണ് പെട്രോള്, ഡീസല്, പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ അല്ലെ, മണ്ണെണ്ണ, LPG, അതേപോലെ നമ്മുടെ കൽക്കരി, കോൾ, ഇതൊക്കെ ഏത് കാറ്റഗറിയാണ്? കൺവെൻഷനൽ അഥവാ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് എക്സാമ്പിൾ ആണ്. നമ്മൾ പിന്നീട് ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള സോളാർ എനർജി ആണെങ്കിലും അതുപോലെ വിൻഡിൽ നിന്നാണെങ്കിലും തിരമാലയിൽ നിന്നാണെങ്കിലും ഒക്കെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു പറഞ്ഞു. അതൊക്കെ ഏത് ടൈപ്പാണ്? പാരമ്പര്യേതരം അല്ലെ, നോൺ കൺവെൻഷനൽ ആണ്. ഫോർ എക്സാമ്പിൾ അതിന് നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നോൺ കൺവെൻഷനൽ അല്ലെങ്കിൽ പാരമ്പര്യേതരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി, അതായത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് എന്ത് ചെയ്തു പോകുന്നില്ല, അത് തീർന്നു പോകുന്നില്ല അല്ലെ. എന്നാൽ കൺവെൻഷനൽ അല്ലെങ്കിൽ പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, പാരമ്പര്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്തു പോകും? തീർന്ന് പോകും. അപ്പൊ ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ. നമ്മുടെ എക്സാമിന് ചോദിക്കാൻ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും ഇതിന്റെ അകത്തുനിന്ന് എന്ത് വരാറുണ്ട്? ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള അടുത്ത ടോപ്പിക്കുമായിട്ട് മിസ് ഇനിയും വരാം കേട്ടോ. ഓക്കെ, ബൈ.